ഹലോ ജോബി കേൾക്കുന്നുണ്ടോ? ഒന്നറിയാൻ വേണ്ടിയായിരുന്നു ഇതിൽ വന്നത്. ആരെങ്കിലും ഒന്ന് ഹലോ ജോബി, ഇത് ഷീനയാണ്. ഞാൻ ജസ്റ്റ് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണമായിരുന്നു. ക്ലാസ് സൗണ്ട് ക്ലിയർ ആണോ എന്ന്. നമുക്കിനി 10 minutes ഉണ്ട്. ബട്ട് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? സൗണ്ട് ക്ലിയർ ആണോ എന്ന്. എൻ്റെ പേര് ഷീനയാണ്. ഞാൻ സണ്ടർലാൻഡിൽ നിന്നാണ്. എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് കരിയർ പ്രോഗ്രഷൻ ഇൻ GP പ്രാക്ടീസിനെ പറ്റിയാണ്. നമുക്കൊരു 8 minutes കൂടെ ഉണ്ട്. ബട്ട് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഒന്ന് അറിയാനായിരുന്നു. ഒരു 8 minutes കൂടെ ഉണ്ട്. 8 o'clock നമുക്ക് 8 o'clock വരെ വെയിറ്റ് ചെയ്യാമെന്നാണ്. കാര്യം 8 o'clock തുടങ്ങാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 8 വരെ ഒരു 8 minutes കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്നോടൊന്ന് പറയണേ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മെസ്സേജ് ഇടണേ. കേൾക്കാമല്ലോ അല്ലേ? ഒന്ന് ജസ്റ്റ് ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന്. ഹായ് ചിത്ര.
ഹായ് സൂസൻ. ഓക്കെ, ഇനി ഒരു 4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമേ. ഇനി ഒരു 2 മിനിറ്റ് കൂടെ. 58 ആയി. 8 o'clock ആകുമ്പോൾ നമുക്ക് തുടങ്ങാം. ഹലോ നിഷ. അഥവാ നിങ്ങളുടെ കമൻസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ടോക്ക് കഴിഞ്ഞ് ഞാൻ ആ കമൻസിൽ പോയിട്ട് അതിന് റിപ്ലൈ ചെയ്യാമേ. ക്യാമറ സ്ട്രെയിറ്റ് ആണോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ ഇപ്പം ഓക്കെ ആണോ എന്ന്. ഓക്കെ, 8 o'clock ആയേ. സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ഷീന ഫിലിപ്സ്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് ഞാൻ പറയാം. ഞാൻ ഹിന്ദുജ നാഷണൽ ഹിന്ദുജ ഹോസ്പിറ്റലിൽ നിന്നാണ്, മുംബൈയിൽ നിന്നാണ് എൻ്റെ നഴ്സിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ അബുദാബിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് UK 2004 സണ്ടർലാൻഡ് റോയൽ ഹോസ്പിറ്റൽ ആദ്യം എൽഡർലി കെയറിൽ വന്നു. അത് കഴിഞ്ഞ് IIUലായിരുന്നു, അഡ്മിഷൻസ് യൂണിറ്റിലാണ് സ്റ്റാഫ് നഴ്സായിട്ട് ഇത് ചെയ്തത്.
അപ്പം സ്റ്റാഫ് നഴ്സായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ അപ്രൈസലും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ബട്ട് നമുക്കൊരു പ്രാക്ടീസ് ഡെവലപ്മെൻറ്റ് നഴ്സിനൊരിക്കൽ പോയാലും നമുക്ക് മുന്നോട്ടൊരു കോഴ്സ് ചെയ്യാനോ എന്ത് ചെയ്യണമെന്ന് എല്ലാവരെ പോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. സോ ഒരു BSc ഹോണേഴ്സ് നഴ്സിംഗ് എൻ്റെ ഓൺ സമയത്ത് പോയി ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പാർട്ട് ടൈം ചെയ്തു. അപ്പം അവിടെ പാർട്ട് ടൈം ചെയ്തു. അത് 2 years കൊണ്ട് ആ BSc ഹോണേഴ്സ് കഴിഞ്ഞിട്ട് ആണ് സ്റ്റിൽ ഒരു കരിയർ പ്രോഗ്രഷനും ഇല്ല. പിള്ളേർ കുഞ്ഞായിരുന്നു, 2 പെൺപിള്ളേരാണ്. 2 പെൺപിള്ളേർ കുഞ്ഞായിരുന്നു. പിള്ളേർ കുഞ്ഞായതുകൊണ്ട് നമുക്ക് വലിയ കൂടുതൽ എടുത്ത് ചാടാനോ ഒന്നും എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ആയപ്പം ആണ് ഞങ്ങളുടെ മാനേജർ അപ്രൈസൽ എങ്ങനെ എന്നോട് പറഞ്ഞത്, ക്ലിനിക്കൽ സ്കിൽ ചെയ്യണോയെന്ന് ചോദിച്ചു. അപ്പം ഏത് കോഴ്സായാലും കുഴപ്പമില്ല, എന്താണ് കൂടുതൽ ക്ലിനിക്കൽ സ്കില്ലെന്ന് അന്ന് അറിയില്ലായിരുന്നു. 2007 ആയിരുന്നു. ബട്ട് എനിവേ മാനേജർ പറഞ്ഞല്ലേ ക്ലിനിക്കൽ സ്കില്ലല്ല, പേഷ്യൻസിനെ ഹിസ്റ്ററി ടേക്കിംഗ് ഒക്കെ അല്ലേ, അന്ന് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ ക്ലിനിക്കൽ സ്കില്ല് പോയി ലെവൽ 6 ക്ലിനിക്കൽ സ്കില്ല് പോയി ചെയ്തു. IIUയിൽ അന്ന് സ്റ്റാഫിനെ എല്ലാം Band 5 സ്റ്റാഫ്സിനെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെയും വിട്ടു. ക്ലിനിക്കൽ സ്കില്ല് ചെയ്തപ്പം ഇവിടെ ഒരു ഇതുണ്ടല്ലോ, പെനി ഡ്രോപ്ഡ് എന്ന് പറയുന്ന പോലെ, ആ പെനി അന്നാണ് ഡ്രോപ്പ് ചെയ്തത്. ബിക്കോസ് ദെൻ ആ സമയത്താണ് ഒരു ഫീൽ ചെയ്ത് ദാറ്റ് സ്റ്റാഫ് നഴ്സിനേക്കാളും കൂടുതൽ ഐ വോണ്ടഡ് ടു ബി എ പ്രാക്ടീഷണർ. വേറെ എനിക്ക് അസസ് ചെയ്യാം പേഷ്യൻറ്റിനെ, എൻ്റെ ഓൺ പേഷ്യൻസിനെ എനിക്ക് അസസ് ചെയ്യാം, അതിൻ്റെ അതിനൊരു ഡയഗ്നോസിസ് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാം, അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യാം, അതിൻ്റെ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, എനിക്ക് തന്നെ കൊണ്ടുവന്ന് പേഷ്യൻസിനെ റിവ്യൂ ചെയ്യുകയും ചെയ്യാം. സോ ദാറ്റ് വാസ് ബിറ്റ് മോർ ചാലഞ്ചിങ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ലെവൽ 6 ക്ലിനിക്കൽ സ്കില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ലെവൽ 6 ക്ലിനിക്കൽ സ്കില്ലിന് മുമ്പേ തൊട്ട് ഒരു 2-3 Band 6 പോസ്റ്റിനൊക്കെ വാർഡിലെ Band 6 പോസ്റ്റിന് അപ്ലൈ ചെയ്തു. ഒരിക്കലും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. സോ ക്ലിനിക്കൽ സ്കില്ല് കഴിഞ്ഞ് ദെൻ ഐ വോണ്ടഡ് ടു സ്റ്റഡി മോർ അബൌട്ട് എന്ത് പ്രാക്ടീഷണർ ലെവലിലേക്ക് പോയി ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടായിരുന്നു. സ്റ്റിൽ ആ സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് തന്നെയായിരുന്നു. 10 years നൈറ്റ് ഷിഫ്റ്റിൽ തന്നെ നിന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അപ്പോൾ ഏത് കോഴ്സ് MSc ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. സോ വി ആർ വെരി പ്രിവിലേജ്ഡ് ഇതുപോലൊരു ഗ്രൂപ്പ് നമുക്ക് ഇന്നുള്ളത്. ബിക്കോസ് ഒത്തിരി സീനിയർ പീപ്പിൾസ് ഉണ്ട്, അവർക്ക് അവരുടെ ആയിരുന്ന ഒത്തിരി അഡ്വൈസസ് നമുക്ക് കിട്ടും. അന്ന് 2004, 2005 you didn't have all these facilities, so you don't know whom to approach. The only person you know to approach is your PDN or your manager. So at that time, if they can't help, then there was no other way to know it. And so hats off to Joby. So Joby and other people who are behind the scene, hats off to them who has created. And Joby ആണ് ഇന്നിപ്പന്നെ ഇവിടെ വിളിച്ചത് പോലും. And I would say thanks Joby for that. അപ്പം അങ്ങനെ ആ മാസ്റ്റേഴ്സ് ടീസൈഡ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 40 to 50 miles ദൂരെയുള്ള ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി തിരക്കിയപ്പം അവിടെയും മാസ്റ്റേഴ്സിൻ്റെ ഒത്തിരി മോഡ്യൂൾസ് ഉണ്ട്. സോ ഐ ഡിഡ്ന്റ് നോ എനിത്തിങ്. അപ്പം നമ്മൾ പറയത്തില്ലേ ദൈവത്തിൻ്റെ വലിയ ഐ ബിലീവ് ഇൻ ഗോഡ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാണ് കൂടുതലും ദൈവത്തിലേക്ക് വിശ്വാസവും ഫാസ്റ്റിങ്ങും ദൈവത്തിൽ വിശ്വാസവുമായത്. അപ്പോൾ ഒരു മിറക്കിൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്താണ് യു ഫെൽ ലൈക്ക് ദർ വാസ് എ മിറക്കിൾ. ബിക്കോസ് ഞാനിങ്ങനെ ആ പ്രോസ്പെക്ടസ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഐ വാസ് ലുക്കിംഗ് വോട്ട് ടു പിക്ക്, വിച്ച് വൺ ടു പിക്ക്. കാര്യം ഇതിൽ കുറേ ഉണ്ട്, ഏതാ പിക്ക് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ ദർ വാസ് എ ട്യൂട്ടർ ഗോയിങ് ത്രൂ ദാറ്റ് വേ. അവരെ നമുക്കറിയത്തില്ല, നമുക്ക് അവരെ അറിയത്തില്ല. കണ്ട് ചിരിച്ചു കാണിച്ചപ്പോഴേക്കും ഷീ ജസ്റ്റ് ആസ്ക്ഡ് മീ ആർ യു ഓക്കെ. സോ സഡൻലി പെട്ടെന്ന് ചാടി പറഞ്ഞു ഐ നീഡ് എ ബിറ്റ് ഓഫ് അഡ്വൈസ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. സോ ഷീ സഡൻലി സാറ്റ് ഓൺ ദ ടേബിളിൽ ഇരുന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ വാട്ട് യു വോണ്ട് ടു ഡു വിത്ത് യുവർ മാസ്റ്റേഴ്സ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ക്ലിനിക്കൽ സ്കില്ല് ഞാൻ ചെയ്തു, അപ്പം എനിക്ക് പ്രാക്ടീഷണർ ആകാൻ ഭയങ്കര താല്പര്യമാണ്. സോ ദെൻ ഷീ സെഡ് നീ അഡ്വാൻസ്ഡ് നഴ്സ് പ്രാക്ടീഷണർ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടണൽ ബേസ്ഡ്, യു ആർ ഓൺലി ഗോയിങ് ടു ഡു പ്രാക്ടീഷണർ. സോ വെറസ് ഇഫ് യു ടേക്ക് മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്
അല്ലെങ്കിൽ നഴ്സിംഗ് പ്രാക്ടീസ്, അഡ്വാൻസ് നഴ്സിംഗ് പ്രാക്ടീസിൽ ഇഫ് യു ടേക്ക് the masters, there is some core modules, but you can pick up your own modules also. അപ്പം അങ്ങനെ പിക്കപ്പ് ചെയ്യുമ്പം you have a bit more wider option to go in for. Like if you wanted to go into from the secondary care, if you wanted to go into GP practice, you have some modules to pick up. അങ്ങനെയാണ് ഞാൻ മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് നഴ്സിംഗ് പ്രാക്ടീസ് തുടങ്ങി ഒരു സെക്കൻഡ് മോഡ്യൂൾ എന്നപ്പം ഞാൻ എൻ്റെ അഡ്വാൻസ് ക്ലിനിക്കൽ സ്കില്ലും അതിനകത്ത് ചെയ്തു. വെരി ഗുഡ് കോഴ്സ്, ടഫ് കോഴ്സാണ്, ബട്ട് വെരി ഗുഡ് കോഴ്സ്. അഡ്വാൻസ് പാത്തോഫിസിയോളജി ഞാൻ ചെയ്തു. സോ ദെൻ ഐ അപ്ലൈഡ് ഫോർ ദ ഫസ്റ്റ്, ദെൻ ഐ കെയിം ഫ്രം ദ നൈറ്റ് ഷിഫ്റ്റ് ടു എ ഡേ ഷിഫ്റ്റ്. ആ ഡേ ഷിഫ്റ്റിൽ വന്നൊരു 2 മാസമായില്ല, people recognized you. Even though നമ്മൾ ആ നൈറ്റ് ഷിഫ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡേ ഷിഫ്റ്റിൽ ചെയ്തെങ്കിലും people recognized you, what is your skills and everything. അപ്പം ഒരു മെയിൻ പോയിന്റ് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എൻ്റെ കംഫർട്ട് സോൺ. വേറെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിള്ളേരെ സ്കൂളിൽ വിടണം, ചൈൽഡ് കെയർ, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം. ബട്ട് കമ്മിങ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ ആൻഡ് കമ്മിങ് ഇൻ ടു ദ ഡേ ഷിഫ്റ്റ് 2 months കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ക്ലിനിക്കൽ സ്കില്ലും മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഓൺ സമയത്ത് തന്നെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ നഴ്സ് പ്രാക്ടീഷണറിൻ്റെ ജോബിന് അപ്ലൈ ചെയ്തു. ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് നഴ്സ് പ്രാക്ടീഷണർ ജോബിന് കിട്ടി. ആൻഡ് ദെൻ ഐ കണ്ടിന്യൂ ടു ഫിനിഷ് മൈ മാസ്റ്റേഴ്സ് ദേ. മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു മോഡ്യൂളിന് തോറ്റു. ഇപ്പം ആ തോറ്റത് ഐ ഡോണ്ട് വോണ്ട് ടു ടെൽ ദ റീസൺ ഫോർ ദാറ്റ്, ബട്ട് ഞാൻ മോഡ്യൂളിന് തോറ്റു. 1 മാർക്കിനാണ് ഞാൻ എന്നെ 2 പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയപ്പോഴും 2 പ്രാവശ്യം തോറ്റത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെട്ടും ഒരു അക്കാഡമിക് രീതിയിൽ തോറ്റിട്ടില്ലായിരുന്നു. അപ്പം ദാറ്റ് പുഷ് മീ ബാക്ക് എ ലോട്ട്. ബിക്കോസ് ഞാൻ ഇത്രയും നാളത്തെ എല്ലാത്തിനും ഹൈ ഗ്രേഡ് ഡിസ്റ്റിങ്ഷനും എല്ലാം കിട്ടി, പെട്ടെന്ന് തന്നെ തോറ്റെന്ന് പറഞ്ഞപ്പോൾ ഒരു പുൾ ബാക്ക് ചെയ്ത്. ബട്ട് ദൈവത്തിൻ്റെ ഐ ഹാഡ് എ ഗുഡ് സപ്പോർട്ട് ഫ്രം മൈ ഹസ്ബൻഡ് ആൻഡ് മൈ കിഡ്സ്. അപ്പോൾ ആ ഒരു ഇതും എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇറ്റ് ഡിഡ്ന്റ് ഗിവ് മി എ ത്രോ ബാക്ക്. ബട്ട് ആ ഒരു ഫെയിലിയർ എനിക്ക് എപ്പോഴും ഒരു ഇതായിരുന്നു. കാര്യം അന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത ആ ട്യൂട്ടറിൻ്റെ അരികെ തന്നെ ഞാൻ തിരിച്ചുപോയി. I cried in front of her, but nobody else I cried in front of her. Then she said, why do you want? Because അങ്ങനെ എല്ലാവരും തോക്കും, don't worry. എന്നിട്ട് she told me, if you wanted to go to GP practice, why don't you pick up the masters in clinical long-term condition? ആ ഒരു തോൽവിയാണ് എന്നെ ഇന്ന് ഈ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള മെയിൻ കാരണം. കാര്യം അന്ന് ഞാൻ ആ ലോങ് ടേം കണ്ടീഷൻസ് എടുത്തില്ലായിരുന്നെങ്കിൽ I would not have done further courses, or I would not have been where I am today. അപ്പം എനിക്ക് രണ്ടാമത്തെ പോയിന്റ് എല്ലാവരോടും പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു ചെറിയ തോൽവി വന്നാൽ നമ്മൾ ഡിസ്ഹാർട്ടൺ ചെയ്യില്ല. ബിക്കോസ് ദർ ഇസ് എ ഗോഡ്സ് ബിഗ് പ്ലാൻ ബിഹൈൻഡ് ദാറ്റ്. സോ ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പോയിന്റ് ടു ടെൽ യു ഓൾ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ ലോങ് ടേം കണ്ടീഷൻ ചെയ്തു. ആ മാസ്റ്റേഴ്സ് ഇൻ ലോങ് ടേം കണ്ടീഷൻ ചെയ്തപ്പോൾ ഈ ട്യൂട്ടർ തന്നെ എന്നോട് പറഞ്ഞു, നീ പോയി ഒരു കാര്യം ചെയ്യണം, നിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും GP പ്രാക്ടീസിൽ ഒരു ദിവസം പോയി നീ ഷാഡോയിങ് ചെയ്യുക. അപ്പം നിനക്ക് അവിടെ നിനക്കൊരു പ്രാക്ടീഷണറായോ അല്ലെ അഡ്വാൻസ് പ്രാക്ടീസ് നേഴ്സായിട്ടോ നിൽക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യു വുഡ് നോ വാട്ട് ദേ ആർ ഡൂയിങ്. This will encourage you to pick up the course what you wanted. അങ്ങനെ പുള്ളിക്കാരിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം I was doing my masters. അപ്പോൾ 3 days and 13 hours ആണ്. ഒരു ദിവസം ഞാൻ ടീസൈഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോവും. ഒരു ദിവസം ഞാൻ ഏതെങ്കിലും ഒരു GP പ്രാക്ടീസിൽ, സാധാരണ 2 GP, ആ GP പ്രാക്ടീസിൽ ഞാൻ ഷാഡോയിങ്ങും ചെയ്യുമായിരുന്നു. അങ്ങനെ ഷാഡോയിങ് ചെയ്തപ്പോഴാണ് you come to know what the practice nurses does, you come to know what the nurse practitioner does. Because എൻ്റെ ആഗ്രഹം എനിക്ക് രണ്ടും ചെയ്യണമെന്നായിരുന്നു. കാര്യം എനിക്ക് നഴ്സ് പ്രാക്ടീഷണറും ആകണം, എനിക്ക് പ്രാക്ടീസ് നഴ്സും ആകണമെന്നായിരുന്നു. കാര്യം I wanted to review the chronic reviews and do all the HR, women's health also. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ ഷാഡോയിങ് ചെയ്തപ്പോൾ യു ലേൺ എ ലോട്ട്. ബിക്കോസ് കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് നഴ്സസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒത്തിരി നമുക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ മാസ്റ്റേഴ്സും കഴിഞ്ഞിട്ട്
I went and did couple of CPD courses. അപ്പം ആ CPD കോഴ്സസിലാണ് നമ്മുടെ ഡയബറ്റിക് മോഡ്യൂൾസ് ചെയ്യാൻ പിന്നെയും പോയി ചെയ്തു. മീൻസ് ലോങ് ടേം കണ്ടീഷണൽ മോഡ്യൂളിൽ നമ്മൾ ഇറ്റ് വാസ് ലൈക്ക് എ ബിരിയാണി. ഇറ്റ് വാസ് ലൈക്ക് you would be taught everything in a nutshell. Then you take little by little from each different module. So ഞാൻ അങ്ങനെ പോയി ഡയബറ്റിക് മോഡ്യൂൾ ചെയ്തു. റെസ്പിറേറ്ററി മോഡ്യൂൾ ആൻഡ് സ്പൈറോമെട്രി ഞാൻ പോയി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിമൻസ് ഹെൽത്ത് ചെയ്തു. വിമൻസ് ഹെൽത്തിൽ കോൺട്രസെപ്ഷൻസ്, HRT, പിന്നെ സ്മിയർ, അപ്പം ആ കാര്യങ്ങൾ ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാം അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഷാഡോയിങ് ചെയ്ത GP പ്രാക്ടീസിൽ തന്നെ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ മൈനർ ഇൽനെസ്സിനെ പറ്റിയും മൈനർ ഇൽനെസ്സിൻ്റെ ഇതും ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഷാഡോയിങ് ചെയ്ത GP പ്രാക്ടീസ് തന്നെ എന്നോട് ചോദിച്ചു, why don't you then, do you like to come in and join our surgery? അപ്പം അങ്ങനെ അവർ ചോദിച്ചപ്പം ഐ വാസ് വണ്ടറിങ് ഹൗ ക്യാൻ ഐ ലീവ് സെക്കൻഡറി കെയർ, ബിക്കോസ് അതെൻ്റെ ഒരു ഞാൻ നഴ്സിംഗ് ചെയ്തപ്പോൾ മുതൽ സെക്കൻഡറി കെയറിൽ ചെയ്തിട്ടുള്ളൂ. അഡ്മിഷൻ യൂണിറ്റോ അല്ലെങ്കിൽ നാട്ടിലായിരുന്നേലും മീൻസ് ഹിന്ദുജാലായിരുന്നേലും മെഡിക്കൽ വാർഡും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ലിവിങ് സെക്കൻഡറി കെയർ വാസ് എ ബിറ്റ് അപ്പോൾ എങ്ങനെ ചെയ്യും. ബട്ട് ദ പ്രാക്ടീസ് വാസ് റിയലി ഗുഡ്. പ്രാക്ടീസ് ഒരു കുഞ്ഞു പ്രാക്ടീസാണ്. ഞങ്ങളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് 5,832 പേഷ്യൻസേ ഉള്ളൂ. ബട്ട് ചെറിയൊരു പ്രാക്ടീസാണ്. ചെറിയൊരു 3 GPസും അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രാക്ടീസാണ്. ബട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം ഐ വാസ് ഹാപ്പി ടു ഡു. സോ നൗ ഐ എം വർക്കിംഗ് ആസ് എ ബാൻഡ് 8 ആസ് എൻ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആസ് വെൽ ആസ് എൻ അഡ്വാൻസ് പ്രാക്ടീസ് നഴ്സ്. ഇപ്പം I have divided my topic into 3-4 couple of sections. അപ്പം ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പ്രാക്ടീസ് നേഴ്സിനെ പറ്റിയാണ് പ്രാരംഭം. GPയിൽ നമ്മൾ പ്രാക്ടീസ് നേഴ്സിനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ വാട്ട് ഡസ് ദിസ് പ്രാക്ടീസ് നേഴ്സ് ഡു? ആക്ച്വലി നോക്കുവാണെങ്കിൽ ദ മെയിൻ ബാക്ക് ബോൺ ഓഫ് ദി GP പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ പ്രാക്ടീസ് നേഴ്സാണ്. കാരണം ഈ പ്രാക്ടീസ് നേഴ്സ് ചെയ്യുന്ന ഒരു ഇതിൽ കൂടാണ് കൂടുതലും വരുമാനം GPക്ക് കിട്ടുന്നത്. അപ്പം പ്രാക്ടീസ് നേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ ആനുവൽ റിവ്യൂസ്, ക്രോണിക് റിവ്യൂസിനെ എല്ലാം അവർ ചെയ്യണം. സോ ദേ ഹാവ് ടു ഹാവ് എൻ ഇൻഡെപ്ത് നോളജ് ഓഫ് ഓൾ ദ ക്രോണിക് ഡിസീസസ്. That is from, if you are a practice nurse with a prescriber, you have to do the medication review also. So you have to know. ഇപ്പം നമ്മളൊരു GP പ്രാക്ടീസിൽ ചെന്ന് കഴിഞ്ഞാൽ, for example, if you take a diabetic, if they are newly diagnosed diabetic with an HbA1c of 49 or something, 48 and above is classed as diabetic. അപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ what they do, make an appointment with your practice nurse. അങ്ങനെ പറയത്തുള്ളൂ. അപ്പം നമ്മളാണ് പിന്നെ you would go and tell you give all the self-management, health education to the patient. സാധാരണ രീതിയിൽ പേഷ്യൻറ്റിനെ നമ്മൾ റെഫർ ചെയ്യും. അത് കഴിഞ്ഞ് ഡെസ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കും. ഡെസ്മെൻറ്റ് ട്രെയിനിങ് it's a group teaching for newly diagnosed diabetes. Normally you send them to there are some practice nurses who have been trained to do that. So നമ്മുടെ തന്നെ GPനെ ന്യൂലി ഡയഗ്നോസ്ഡ് ഡയബറ്റീസിന് നമ്മൾ തന്നെയാണ് ആ ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ അത് ചെയ്ത് അത് കഴിയുമ്പോൾ നമ്മൾ പ്രിസ്ക്രൈബർ അല്ലെങ്കിൽ നമ്മളാണ് പോയി GPയോട് പറയുന്നത്, ഓക്കെ ഐ എം ഹാപ്പി ഫോർ ടു സ്റ്റാർട്ട് ദിസ് പേഷ്യൻ്റ് ഓൺ മെറ്റ്ഫോമിൻ ഓർ ഫർദർ ദാൻ ദാറ്റ്. അപ്പം അങ്ങനെയാണ്. വെറസ് ഇഫ് യു ആർ എ പ്രിസ്ക്രൈബർ, യു ആർ സ്ട്രേറ്റ് അവേ സ്റ്റാർട്ടിങ് ദ പേഷ്യൻറ്റ് and then you are reviewing the patient. It's the same thing with any chronic diseases, whether it is an asthma or COPD, any diseases you are doing yourself. അപ്പോൾ ക്രോണിക് പിന്നെ നമ്മളായിരിക്കും ഇൻഫെക്ഷൻ കൺട്രോൾ ലീഡ്. വിമൻസ് ഹെൽത്തിലാണെങ്കിൽ കോൺട്രസെപ്ഷൻ ലൈക്ക് ഫാമിലി പ്ലാനിങ്, അതിൽ കോൺട്രസെപ്ഷന്, എമർജൻസി കോൺട്രസെപ്ഷന്, മെനപ്പോസിൻ്റെ ഇത് HRT ഇനിസിയേഷൻ ആൻഡ് HRT റിവ്യൂസ്, പിന്നെ നമ്മുടെ സ്മിയർ, പിന്നെ വെൽ വിമൻസ് ക്ലിനിക്കും വെൽ മെൻസ് ക്ലിനിക്കും രണ്ടും, പിന്നെ ഇയർ സിറിഞ്ചിങ്. ഇപ്പം ഈ ഒരു കോവിഡ് കഴിഞ്ഞതോടെ ഇയർ സിറിഞ്ചിങ് ഇച്ചിരി പുറകോട്ട് വന്നിട്ട് നമ്മളിപ്പം മൈക്രോ സെക്ഷനിലാണ് കൂടുതലും പോകുന്നത്. പിന്നെ ചില GP പ്രാക്ടീസസിൽ, ഇപ്പം ഞങ്ങളുടെയൊക്കെ GP പ്രാക്ടീസിൽ ഡ്രസ്സിങ് ടീം എന്ന് പറഞ്ഞ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ടീമാണ്. അപ്പം ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. വേറെ ചില പ്രാക്ടീസിൽ അതും അവർ തന്നെയാണ് അതിനകത്ത്, അവർ തന്നെയാണ് അവരുടെ സർജറി തന്നെയാണ് അത്. അപ്പം ആ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നോർമൽ റൂട്ടീൻ ഡ്രസ്സിങ്സ് ആസ് വെൽ ആസ് the leg ulcers where it requires compression bandages, ABBPI check ഒക്കെ അതെല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. സ്മോക്കിംഗ് സിസേഷൻ,
ഇപ്പം ബേസ്ഡ് ഓൺ ദി 10-point പ്ലാൻ ഓഫ് ദി NHS 10-point പ്ലാൻ വെച്ച് നമുക്ക് കുറേയും കൂടെ നമ്മുടെ വൈഡൻഡ് ഗ്രൂപ്പായി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന് കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദേ ഡു ദ B12 injections and everything. They do the smoking cessation, NHS health checks. Then we have in between a nursing associate. It's a 2-year program of from the government, where from a healthcare assistant you could go for a nursing associate, and that nursing associate is between a practice nurse and a healthcare assistant. So most of the things they can do it, but still some of like smears and child immunization still can be done only by the practice nurses. Pinne, you and also what is you have to have the skill. You have to have a skill. You have to be highly organized, because idoru busy area aanu. Karyam nammal normal patients neyaanu കാണുന്നതെങ്കിലും you have got appointments every 20 minutes. അപ്പം നമ്മുടെ ടൈം കീപ്പിംഗ് ഒക്കെ ഇത് ചെയ്യണം, നമ്മൾ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യണം, നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നോ എല്ലാം. സോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ബാക്ക് ബോൺ ഓഫ് GP പ്രാക്ടീസ് എന്ന് പറയുന്നത് മെയിൻ തിങ് എന്ന് പറയുന്നത് കോഫ് ഈസ് ദ ക്വാളിറ്റി ഔട്ട്കംസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഇൻസെൻറ്റീവ് വിച്ച് ഈസ് ബീൻ ഗിവൺ ടു ദ GP സർജറി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹൈപ്പർ ടെൻഷൻ പേഷ്യനെ റിവ്യൂ ചെയ്തു. patient is been started on medication. ആ പേഷ്യനെ നമ്മൾ റിവ്യൂ ചെയ്ത് പേഷ്യൻ്റെ ബ്ലഡ് പ്രഷർ 140/80 താഴെ കൊണ്ടുവന്നു. ആൻഡ് ഇയർലി ഓൾസോ ദാറ്റ് പേഷ്യൻറ്റ് ഈസ് ബീൻ ചെക്ക്ഡ്. ആ ചെക്ക് ചെയ്ത് കഴിയുമ്പം അത് കോഫ് പോയിന്റ് ആണ്. കാര്യം ആ പേഷ്യൻ ഈസ് അണ്ടർ ദി നമ്മൾ സ്റ്റേബിൾ ആക്കി പേഷ്യനെ. അപ്പം അതിൽ പേഷ്യന് GPക്ക് ഒരു വിൽ ഗെറ്റ് ദ മണി ഫോർ ആറ്റ്. അപ്പം അങ്ങനെ 559 പോയിന്റ്സ് വേണം. അപ്പം ഈ കോഫിനെ 4 ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത്, ക്ലിനിക്കൽ, പബ്ലിക് ഹെൽത്ത് ഇൻ അഡീഷണൽ സർവീസസ് ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. അപ്പം ഈ ക്ലിനിക്കലിൽ വരുന്നതാണ് ക്രോണിക് ഡിസീസസ്, ഹാർട്ട് ഫെയിലിയർ. സോ യു ഹാവ് ടു സീ ഇഫ് യുവർ പേഷ്യൻറ്റ് ഈസ് ബീൻ റിവ്യൂഡ് ആൻഡ് ഇഫ് ദേ ആർ സ്റ്റേബിൾ. അപ്പം അങ്ങനെ റിവ്യൂ ആനുവലോ അല്ലെ 6 monthly റിവ്യൂ. ഇപ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ 6 monthly റിവ്യൂ ചെയ്യണം. ഹാർട്ട് ഡിസീസ് ആണെങ്കിൽ നമ്മൾ 6 monthly റിവ്യൂ ചെയ്യണം. ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ 6 ചെയ്യണം. അപ്പം റിവ്യൂ വേണം, പ്ലസ് അത് സ്റ്റേബിളും ആണെങ്കിൽ യു ഗെറ്റ് ദ പോയിന്റ്സ് ടു ഇറ്റ്. And that is how the part of the money comes from for the GP practice. പിന്നെ what is a pay scale? Before I say to what is a pay scale എന്ന് പറയുന്നത്, pay scale is based upon your experience. So pay scale പറയുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, GP പ്രാക്ടീസിൽ നമ്മൾ വരുമ്പം ഞാൻ പറഞ്ഞില്ല ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ അപ്പം നമുക്ക് എത്രമാത്രം നമുക്ക് വാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ അതനുസരിച്ച് നമ്മുടെ പേ സ്കെയിലാണ്. സ്റ്റാർട്ടിങ് മോസ്റ്റ് ഓഫ് ദ പ്രാക്ടീസസിൽ ഒരു GP നഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് Band 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. GP പ്രാക്ടീസ് ഇതൊരു പ്രൈവറ്റ് ആണ്. മെജോറിറ്റി ഓഫ് ദം ആർ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ GP പാർട്ട്നേഴ്സ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു അജണ്ട പേ ഒന്നുമില്ല, എല്ലാവർക്കും ഒരു സെയിം പേയുമല്ല. So you have to say, it is during the interview they will ask you what do you expect in your what do you expect. ആ എക്സ്പെക്ടേഷനിലാണ് നമ്മൾ അവിടെ പറയാൻ, see this is all the transferable skills I have with me. I think this is what I wanted, this is what I expect. അപ്പം മോസ്റ്റ് പ്രോബബ്ലി എനിക്കറിയില്ല, ബട്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പം വന്നില്ല. ബിക്കോസ് അവർ എല്ലാം 2 yearsോളം എനിക്ക് ഈ ഷാഡോയിങ് ചെയ്തൊരു എക്സ്പീരിയൻസും പിന്നെ എല്ലാ മോഡ്യൂൾസും ചെയ്തു. പ്ലസ് ഇതുകൊണ്ട് അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞായിരുന്നു. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് മെനി ട്രാൻസ്ഫറബിൾ സ്കിൽസ് വിത്ത് യു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്രോണിക് ഡിസീസസിൻ്റെ റിവ്യൂസും അങ്ങനെയൊന്നും നമുക്ക് കൂടുതൽ ചെയ്യാനില്ലെങ്കിൽ പ്രോബ്ലി യു വിൽ നോട്ട് ഗെറ്റ് ദ ടോപ്പ് Band 6 അല്ലെങ്കിൽ Band 5 കിട്ടാൻ. ദേ മേ സ്റ്റാർട്ട് യു ഓൺ എ Band 5 ഇൻ ദാറ്റ് കേസ്, ആൻഡ് ദേ വുഡ് സേ ലൈക്ക് ഒരു ഇയർ കൊണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ പുട്ട് യു അപ്പ് ടു ദ Band 6. പിന്നെ what does the ANP do? Advanced nurse practitioner do in the GP practice. Advanced nurse practitioners GP പ്രാക്ടീസിൽ രണ്ട് കാര്യമേ ഉള്ളൂ GP-യുമായിട്ട് വ്യത്യാസമുള്ള ചെയ്യാത്തത്. ഒന്നെന്ന് പറയുന്നത് they can't do a sick note. എന്ന് പറഞ്ഞാൽ സിക്ക് നോട്ട് നമുക്ക് ചെയ്യാം, നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ GP ആയിരിക്കണം സൈൻ ചെയ്യേണ്ടത്.
രണ്ടാമത്തെ ഒരു DNA ഫോം നമുക്ക് ഫില്ല് ചെയ്യാം. ബട്ട് എൻഡിൽ നമ്മൾ DNA ഇത് ചെയ്യുന്നത് GP സ്റ്റിൽ ഞങ്ങളുടെയൊക്കെ GP പ്രാക്ടീസ് സ്റ്റിൽ GP ആണ് അത് ചെയ്യേണ്ടത്. അപ്പം ഈ രണ്ട് കാര്യമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു നഴ്സ് പ്രാക്ടീഷണേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് ഇറ്റ്സ് അഗെയിൻ ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു സെക്കൻഡറി കെയറിൽ നിന്ന് വന്നതും ഞാൻ അഡൽട്ട് ട്രെയിൻഡ് ആയതുകൊണ്ടും എനിക്ക് പീഡിയാട്രിക് ഇല്ലാത്തതുകൊണ്ടും അഡൽട്ട്സിനെയും മൈനർ ഇഞ്ചുറീസും എല്ലാം എനിക്ക് നോക്കാൻ പറ്റും. ബട്ട് ഒരു പീഡിയാട്രിക്സിൽ വരുമ്പം ഐ സീ ദ പേഷ്യൻറ്റ് ബട്ട് ഐ ഓൾവേസ് ഗെറ്റ് എ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം മൈ GP. പിന്നെ മെൻ്റൽ ഹെൽത്ത് എൻ്റെ ഒരു ഡെർമറ്റോളജി have done the module, so that is okay with me. Mental health I have not done any much about it, so I always have a second opinion from my GP for any patients whom I see with anxiety and depression or anybody with initiation of the drugs and everything. What is my one particular day? എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു one day എന്ന് പറയുന്നത്? Morning, because I do dual job, the morning from 8 o'clock till 12 o'clock, what I do is the first 8 till 10:30 I triage the patients who overcome on my triage legs. But ഞങ്ങൾക്ക് മോർണിംഗിൽ like all the e-consult, ദാറ്റ് മീൻസ് ഈ കൺസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് രാവിലെ നമ്മളെല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് രാവിലെ 8 മണി തൊട്ട് 10:30 വരെ 9:30 വരെ നമുക്ക് ആ വിളിക്കാനുള്ള സമയമില്ല, നമുക്കൊരു എമർജൻസി അപ്പോയിൻമെൻറ്റ് തരാൻ വേണ്ടി. സോ വാട്ട് വി ഹാവ് എ ഫെസിലിറ്റി ഈസ്, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പ്രാക്ടീസസ് ഹാസ്, what we have a facility is called as e-consult. In the e-consult, what you do is that you type in what your problem is and it is being sent to us, to the practice. The practice gets that email from you, that e-consult from you, and the practice decides who. So normally who does the trials, they all get the morning, all the e-consult, those comes till 9:30 in the morning. അപ്പോൾ ആ e-consultil വരുന്ന പ്രോബ്ലംസ് നമുക്ക് then you can either call them up and make a face-to-face appointment or a video consultation or a telephone consultation. So depend upon the problems. അപ്പോൾ അങ്ങനെ ഈ കൺസൾട്ട് ഉണ്ട്. പിന്നെ രാവിലെ വരുന്ന ട്രയാജിലുള്ള പേഷ്യൻസിനെ അവരെ ഫോൺ വിളിച്ചിട്ട് അവരുടെ പ്രോബ്ലം അറിഞ്ഞ് ദെൻ ദ സെയിം തിങ് സിനാരിയോ ഫ്രം till 12 o'clock, 12:30 I have them either bring them up or do a video or a telephone consultation. അപ്പോൾ അതാണ് എൻ്റെ മോർണിംഗ്. ആഫ്റ്റർനൂൺ മൊത്തം എൻ്റെ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നേഴ്സിൻ്റെയാണ് ജോബാണ്. ദാറ്റ് ഈസ് ഓൾ ദ ക്രോണിക് ഡിസീസ്. അപ്പം ഞാൻ ക്രോണിക് ഡിസീസ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് ആ പേഷ്യൻസിൻ്റെ, അപ്പം നമ്മൾ ഓരോ മന്തിലാണ് ബർത്ത്ഡേ വെച്ചാണ് നമ്മൾ ക്രോണിക് ഡിസീസ് റിവ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇഫ് ദ റീസെൻറ്റ് ഡിസ്ചാർജ് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ റീസെൻറ്റ് ഡിസ്ചാർജ് പേഷ്യൻറ്റിനെ നമ്മൾ റിവ്യൂ ചെയ്യും. അപ്പോൾ ആ ഹെൽത്ത് കെയറിനെയും അവർ ആ ആനുവൽ ബ്ലഡ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേഷ്യൻ്റെ ഹൈറ്റും വെയ്റ്റും എല്ലാം BMI ചെക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലേക്ക് അല്ലെ 4 days ലേറ്റർ അല്ലെ നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുക്കും. സോ നൗ ബിക്കോസ് ഓഫ് ദ കോവിഡ് നമ്മൾ കുറച്ച് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ മീൻസ് വിത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് നമ്മൾ കഴിവതും ആൾക്കാരെ കൊണ്ടുവരാതിരിക്കാൻ നോക്കും. അപ്പം വി നോർമലി ഡു എ വീഡിയോ കൺസൾട്ടേഷൻ ഫോർ ഓൾ ദ ക്രോണിക് ഡിസീസസ് അൺലെസ് എൽഡർലി ചില പേഷ്യൻസിന് നമുക്ക് അവർ പറയും ഐ വുഡ് ലൈക്ക് എ ഫേസ് ടു ഫേസ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുവാണെങ്കിൽ വി ബ്രിങ് ദം ആൻഡ് ഡു എ ഫേസ് ടു ഫേസ് അപ്പോയിൻമെൻറ്റ്. അങ്ങനെയാണ് ഒരു നോർമൽ ഡേ എൻ്റെ നടക്കുന്നത്. സോ how can you my next topic is that how from a secondary care nurse, how can you transfer you to GP surgery? ഞാനൊരു പല പോയിന്റ്സ് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ റൂട്ട് ചെയ്തു. ഞാൻ എൻ്റെ റൂട്ട് ഇച്ചിരി എങ്ങനെയാണെന്ന് നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വന്ന് പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ സമയത്ത്. കാര്യം അന്ന് നമുക്ക് ആരും ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്തു. നമ്മുടെ ഓൺ സമയത്ത് പോയി നമ്മുടെ കോഴ്സസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ ഓൺ സമയത്ത് തന്നെ പോയി ഷാഡോയിങ് ചെയ്തു. ആ ഷാഡോയിങ് ഞാനൊരു 2 yearsോളം ഞാൻ ഷാഡോയിങ് ചെയ്തു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റി. എന്നിട്ട് നമ്മൾ ആ എക്സ്പീരിയൻസിൽ നമ്മൾ എവിടെ ഷാഡോ ചെയ്തോ അവർ നമ്മളെ ഇഷ്ടപ്പെട്ടപ്പം നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് യുവർ കോഴ്സസ് ഫോർ വാട്ട് എവർ GP സർജറിക്ക് വേണ്ടിയുള്ള കോഴ്സസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിൽ ഒന്നാണ് എക്യുപ് എന്ന് പറയുന്നത്, EQUIP. I will repeat again,
EQUIP എക്യുപ്പ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവർ ഈ ഷോർട്ട് പ്രാക്ടീസ് നഴ്സ് ഡെവലപ്മെൻറ്റ് കോഴ്സസ് കൊടുക്കാറുണ്ട്. ചില സമയത്ത് യു ക്യാൻ സീ സം ഓഫ് ദം ഫ്രീ, ബട്ട് ചില സമയത്ത് ചിലപ്പോൾ £20 £30 അങ്ങനെയൊക്കെയുള്ള കോഴ്സസും ഉണ്ട്. അതൊരു ഇതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡെവൻ ട്രെയിനിങ് ഹബ് ഉണ്ട്. അവിടെയും ചില നമുക്ക് കുറേ കോഴ്സസ് ഉണ്ട്. ചില ലേണിംഗ് കോഴ്സസ് ഫ്രീ ആയിട്ടുണ്ട്, ചില കോഴ്സസ് നമുക്ക് പേ ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ RCN അക്രഡിറ്റഡ് practicenursic.co.uk ഉണ്ട്. അങ്ങനെയും നമുക്ക് കോഴ്സസ് ചെയ്യാം. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 2 days or 3 days കോഴ്സാണ്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് അതിന് പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കൂടുതൽ അറിയില്ല. ബട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം. ബട്ട് അത് RCN അക്രഡിറ്റഡ് ആണ്. അപ്പം അതിന് നമുക്ക് വാലിഡിറ്റി CPD പോയിന്റ്സും കിട്ടും. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ സ്റ്റാർട്ട് നേഴ്സ് ഉണ്ട്. വാട്ട് ഇസ് ദിസ് കരിയർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സണ്ടർലാൻഡ് CCGക്കും, ഞാൻ സണ്ടർലാൻഡിലായിരുന്നു, സണ്ടർലാൻഡ് CCGക്കും ദരം CCGക്കും ഈ കരിയർ സ്റ്റാർട്ട് നേഴ്സസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബാൻഡ് 5 ആയ നേഴ്സസ്, സെക്കൻഡറി കെയറിൽ ഉണ്ടായിരുന്ന നേഴ്സസിനെ അവർ ബാൻഡ് 5ൻ്റെ ശമ്പളത്തിൽ തന്നെ ഈ കരിയർ നേഴ്സ് പ്രോഗ്രാമിലേക്ക് കയറുവാണ്. അപ്പം CCG ഫോർ എക്സാമ്പിൾ സണ്ടർലാൻഡ് CCG ഓരോ അപ്ലിക്കേഷൻ ഇട്ടു. ആ അപ്ലിക്കേഷനിൽ 12 നേഴ്സസ് കരിയർ സ്റ്റാർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും വാസ്റ്റ് നോളജ് ഉള്ള ആൾക്കാരാണ്. ദേ ഹാവ് ഗോട്ട് സോ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആസ് എ സെക്കൻഡറി കെയർ നേഴ്സസ്. എന്നിട്ട് അവർ ഈ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞപ്പം ദെൻ CCG 12 പേരെ എടുത്തു കഴിഞ്ഞും CCG would send an information to every practices and say who is willing, who wanted so they will be funded by the CCG. അപ്പം who wanted this opportunity. അങ്ങനെ there would be couple of practices would say yes I wanted them. അപ്പോൾ അതിൽ ഞങ്ങളൊരു പ്രാക്ടീസ് ആയിരുന്നു, അത് ഞങ്ങളൊരു കരിയർ സ്റ്റാർട്ടിനെ എടുത്ത്. അപ്പോൾ കരിയർ സ്റ്റാർട്ട് നമ്മുടെ ഒക്കെ വരും, നമ്മൾ അവരെ സൂപ്പർവൈസ് ചെയ്യും. സോ they will have a supervision from us plus 1 day they will spend in the university. അവരവരുടെ കോഴ്സ് ചെയ്യാൻ. അപ്പം ഈ കോഴ്സുകളെല്ലാം ഈ 1.5 വർഷം കൊണ്ട് അവർ ഈ കോഴ്സുകളെല്ലാം ചെയ്യും. ആ കോഴ്സുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇൻക്ലൂഡിങ് ദേ വുഡ് ഡു ദ പ്രിസ്ക്രൈബിങ്. ആ പ്രിസ്ക്രൈബിങ് വരെയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പ്രാക്ടീസ് നേഴ്സിന് 1.5 വർഷം കൊണ്ട് ദേ വുഡ് ബിക്കം എ ഫുൾ ഫ്ലെഡ്ജ് പ്രാക്ടീസ് നേഴ്സ്. ആഫ്റ്റർ ദാറ്റ് വി വുഡ് ബി ഗിവൻ എൻ ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത സർജറി തന്നെ വേണമെങ്കിൽ അവരെ എടുത്ത് അവരെ എംപ്ലോയ് ചെയ്യാം. ഇഫ് ദേ ഡോണ്ട് വാണ്ട് ഇറ്റ് ദേ ആർ ബിൻ ഓപ്പൺ ടു ദ CCG എനിബഡി. അപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ കിട്ടി. അപ്പം ഞങ്ങളുടെ കൂടെ ചെയ്ത എൻ്റെ പ്രാക്ടീസ് ചെയ്ത കൊച്ചിന് ഞങ്ങൾക്ക് പ്രാക്ടീസ് നേഴ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം ദെൻ ഷീ വാസ് ടേക്കൺ ബൈ സംബഡി എൽസ്. ഷീ സ്റ്റാർട്ടഡ് അറ്റ് ദ ടോപ്പ് ബാൻഡ് 6 ആയിട്ട് കയറി. അത് കഴിഞ്ഞ് ഒരു 6 മാസമായപ്പോഴേക്കും ഷീ ബിക്കേം എ നഴ്സ് പ്രാക്ടീഷണർ. നൗ ഷീ ഈസ് വർക്കിംഗ് ഓൺ ദ ബാൻഡ് 7 പേയിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കരിയർ സ്റ്റാർട്ട് നേഴ്സ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കുഡ് ഗെറ്റ് ദ ട്രെയിനിങ്സ്. നമ്മളിപ്പോൾ ഞാനിനി പറയാൻ പോകുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് ഈ ട്രെയിനിങ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മോഡ്യൂൾസ് എല്ലാം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കുഞ്ഞു ഷോർട്ട് CPD കോഴ്സസ് ഉണ്ട്, അതിൽ നമുക്ക് ചെയ്യാം. ബട്ട് ചില സമയത്ത് ആ CPD കോഴ്സസ് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും. അൺലെസ് നമ്മൾ HNE കോൺട്രാക്റ്റിൽ കൂടെ ചെയ്യാൻ വേണ്ടി ഇപ്പം പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ സമയത്തൊക്കെ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൈസ കൊടുക്കേണ്ടി വരുമായിരിക്കും. അൺലെസ് യുവർ സെക്കൻഡറി കെയർ ഈസ് വില്ലിങ് ടു പേ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കുറച്ച് എവിടെയാണ് നമുക്ക് കോഴ്സസ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്, GP നോട്ട്ബുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്. GP നോട്ട്ബുക്ക് എഡ്യൂക്കേഷനിൽ നമുക്ക് കുറേ കോഴ്സസ് ചില സമയത്ത് ഫ്രീ ആയിട്ട് വരും, ചില കോഴ്സസിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. പിന്നുള്ളത് അസെൻഡ്, ASCEND. അസെൻഡ് എന്ന് പറയുന്ന ഡയബറ്റിക് മോഡ്യൂളുണ്ട്. അതിൽ നമുക്ക് കുറേ കോഴ്സുകൾ ഡയബറ്റിക് റിലേറ്റഡ് കോഴ്സസ് ഒത്തിരി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ കുറേ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നമുക്ക് കോഴ്സസ് ഫ്രീ ആയിട്ട് തരാറുണ്ട്. അതിൽ ഒന്നാണ് GSK, ഫൈസർ, പിന്നെ CHIESI ലിമിറ്റഡ്. അപ്പം അവരും കോഴ്സസ് ഫ്രീ ആയിട്ട് തരാറുണ്ട്. അപ്പം ഇന്ന സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കുറേ കോഴ്സസ് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഫണ്ടമെൻ്റൽസ് ഓഫ് GP പ്രാക്ടീസ് എന്നും പറഞ്ഞ് ഉള്ളൊരു കോഴ്സുണ്ട്. അത് ലെവൽ 6 നമുക്ക് ചെയ്യാം, അല്ല ലെവൽ 7 ചെയ്യാം. ചില സമയത്ത് ചിലയിടത്തൊക്കെ അത് ഫ്രീ ആണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്,
എസ്എക്സിൽ ആ കോഴ്സ് ഉണ്ടായിരുന്നു, ആംഗ്ലിയറസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സ് ഉണ്ടായിരുന്നു, സഫൽക്കിൽ ആ കോഴ്സ് ഉണ്ടായിരുന്നു, ഹെഡ്ഫോർഡ്ഷെയറിൽ ആ കോഴ്സ് ഉണ്ടായിരുന്നു. ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് സ്റ്റിൽ ദെയർ. വർത്ത് ലുക്കിംഗ് ഇൻ ടു ഫണ്ടമെന്റൽസ് ഓഫ് GP പ്രാക്ടീസ് എന്നും പറഞ്ഞ് GPN കോഴ്സ് എന്നും പറഞ്ഞായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. അപ്പം അത് നോക്കുന്ന എനിക്ക് തോന്നുന്നു അത് ലെവൽ 6 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് സംതിങ് അറൌണ്ട് 1100 അങ്ങനെ എങ്ങാണ്ടായിരുന്നു ആ കോഴ്സിന്. ബട്ട് എന്നിട്ട് നമ്മൾ ഷാഡോയിങ് കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫുൾ മോഡ്യൂൾസ് നമുക്ക് അതിനകത്ത് കിട്ടും. ദാറ്റ് ഈസ് വൺ വേ ടു ഡു. പിന്നെ അഥവാ നമുക്ക് GPയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിന് നമുക്കുണ്ട്, നമ്മളൊരു ഡയബറ്റിക് നേഴ്സായിരുന്നു, അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററിയിൽ നമ്മൾ നേഴ്സാണ്, ആൻഡ് യു വോണ്ടഡ് ടു കം ഇൻ ടു ദാറ്റ്, ബട്ട് യു വോണ്ടഡ് ടു പ്രിപ്പയർ ഫോർ ദി ഇൻ്റർവ്യൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ആപ്പുകൾ നമുക്ക് ഇത് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രീത്ത് ആപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് യു എ കംപ്ലീറ്റ് ഡിക്ഷണറി അബൌട്ട് ലൈക്ക് A to Z about inhalers. For an asthmatic patient, what inhalers they have to use, എങ്ങനെയാണ് നമ്മൾ അതിനെ അപ്പ് ചെയ്യുന്നത്, അല്ല എങ്കിൽ ആ ഇൻഹേലേഴ്സിൻ്റെ നമ്മൾ ആ ഇതിൽ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, സാൽബറ്റമോൾ ഇൻഹേലർ. ആ ഇൻഹേലർ എന്നാത്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഷോർട്ട് ആക്ടിങ് ബോങ്കോ ഡയലേറ്ററാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻഹേലർ ടെക്നിക്, ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് an asthma patient, 60 to 70% ഓഫ് ദ പേഷ്യൻസിന് ആ ഇൻഹേലർ ടെക്നിക്ക് നല്ല പ്രോപ്പർ അല്ലാത്തതിൻ്റെ ഒരു മെയിൻ കാരണം കൊണ്ടാണ് അവരുടെ എക്സാസിപ്പേഷൻസ് കഴിവതും വരുന്നത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ് ഓഫ് എ പ്രാക്ടീസ് നേഴ്സ് ടു ഡു ഇറ്റ്, ചെക്ക് ദ ഇൻഹേലർ ടെക്നിക്. അപ്പം നമ്മൾ അറിയണമെന്ന് മെയിൻ തിങ്. അപ്പം ആ ആപ്പ് ഒരു നമുക്ക് അതിൻ്റെ അടിയിൽ വീഡിയോ ഉണ്ട്, എങ്ങനെയാണെന്ന് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊരിത്. പിന്നെ പിറ്റ് സ്റ്റോപ്പ്, PIT പിറ്റ് സ്റ്റോപ്പ് ഫോർ ഡയബറ്റീസ്. പിന്നുണ്ട് BUKU, ബുക്കു എന്നാണ് പറയുന്നത്, BUKU മെഡിസിൻ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് റിസൾട്ട്സ് ഇപ്പോൾ കഴിവതും നമ്മൾ ANP ആകുമ്പോഴും നമ്മൾ പ്രിസ്ക്രൈബിങ് പ്രാക്ടീഷണേഴ്സ് ആകുമ്പോൾ ഈ ബ്ലഡ് റിസൾട്ട്സ് എല്ലാം നമുക്കാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ഇതാണ് എനിക്ക് ഈ BUKU മെഡിസിൻ എന്ന് പറയുന്നതും. പിന്നെ അങ്ങനെ കുറേ മോഡ്യൂൾസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്കിൽസ് റിവ്യൂ ചെയ്യാൻ നമുക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് നഴ്സിംഗ് ആൻഡ് ജനറൽ പ്രാക്ടീസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ ഫ്രെയിംവർക്കിൽ നമുക്ക് നോക്കാം നമുക്ക് എത്രമാത്രം സ്കില്ലുണ്ട്, എന്തൊക്കെ ഇനി നമുക്ക് വേണ്ടി വരും എന്നുള്ള ആ ഒരു you could look into it. So it is district nursing and general practice nursing education and career framework. So the next is that എന്താണ് ഈ പ്രോൺസ് ആൻഡ് കോൺസ്, സെക്കൻഡറി കെയറിൽ നിന്നതും പ്രൈമറി കെയറിൽ നിന്നുള്ള പ്രോൺസ് ആൻഡ് കോൺസ് എന്നാണെന്ന് ഞാൻ പറയാം. സെക്കൻഡറി കെയറിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഞാൻ സെക്കൻഡറി കെയറിൽ NHS ട്രസ്റ്റിലായിരുന്നു. NHS ട്രസ്റ്റിൽ നിൽക്കുമ്പോൾ ഈവൻ ഒരു പ്രാക്ടീഷണർ ആയിരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കറിയാം, നഴ്സിംഗ് ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ നഴ്സസിൻ്റെ ജോബാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ജോബിലേക്ക് പോകുന്നു. അതാണ്. വെരസ് നമ്മളൊരു പ്രാക്ടീഷണർ ജോബിൽ ചെയ്താൽ പോലും മെജോറിറ്റി ടൈം യു ഹാവ് സംബഡി ടു പുട്ട് യുവർ ഹെഡ് ഓൺ, ലൈക്ക് ഇഫ് യു ആർ വറീഡ് യു ക്യാൻ ഗോ ഇൻ ടു your consult, because your patient is coming under your consultant, and then there is somebody whom you could go in and ask for things. അങ്ങനെ ആ ഒരു പിന്നെ അങ്ങനെ ജോബ് വൈസിൽ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് നമുക്ക് സിക്ക് പേ ആണെങ്കിലും ഉണ്ട് 6 months. പിന്നെ നമ്മുടെ NHS പെൻഷനിലാണ് നമുക്ക്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമാണ്. അത് ആക്ച്വലി നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്കറിയില്ല. ബട്ട് ഒരു കംഫർട്ട് സോൺ ഭയങ്കര ഒരു ഇതാണ്. ഇവൻ നമ്മളൊരു ദിവസം ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞാലും if you are sick you still get a full payment. So that is the good thing about either. But you have a 12-hour shift അല്ലെങ്കിൽ 8-hour shifts ചെയ്യണം. നമുക്ക് സാറ്റർഡേ സൺഡേ വർക്ക് ചെയ്യണം, ബാങ്ക് ഹോളിഡേ ആണെങ്കിലും വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് GP പ്രാക്ടീസിൽ വരുമ്പം ഓൾവേസ് തിങ്ക് GP പ്രാക്ടീസ് ഇസ് എ സ്മോൾ. ഇപ്പം ഞാൻ വലിയ പ്രാക്ടീസസും ഉണ്ട്, 12,000 15,000 പേഷ്യൻസ് ഉള്ള പ്രാക്ടീസസും ഉണ്ട്. ബട്ട് ഞാൻ വന്നേക്കുന്ന ഒരു കുഞ്ഞു പ്രാക്ടീസ് ആയതുകൊണ്ട് ചെറിയൊരു പ്രാക്ടീസാണ്. സോ വി ഹാവ് ലൈക്ക് ആൻഡ് അവേഴ്സ് ഈസ് എ ടീച്ചിങ് പ്രാക്ടീസ്. സോ വി ഗെറ്റ് മെഡിക്കൽ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ദെൻ യു ഹാവ് എ ഫിസിഷ്യൻ അസോസിയേറ്റ്സ് ഹു കംസ് ഇൻ. വി ഹാവ് ദ നഴ്സിംഗ് അസോസിയേറ്റ്സ് ആൻഡ് ആസ് വെൽ ആസ് ദ കരിയർ സ്റ്റാർട്ട് നഴ്സസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കരിയർ സ്റ്റാർട്ട് നഴ്സ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. അപ്പം അങ്ങനെയുള്ളവരും ഇതൊരു ടീച്ചിങ്. വെറസ് വി ഹാവ് എ 3 GPs
and then we have GP registrars who is in the training period. അത് കഴിഞ്ഞ് 2 nurse practitioners, ഒന്ന് ഞാനും വേറൊരു ഫ്രെയിൽറ്റി നഴ്സ് പ്രാക്ടീഷണറും പിന്നെ ഒരു പ്രാക്ടീസ് നഴ്സും നഴ്സിംഗ് അസോസിയേറ്റും ഹെൽത്ത് കെയറുകളും പിന്നെ 6 ഓഫീസ് സ്റ്റാഫ്. അപ്പം ആ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ആ ടീമിലൊരു യൂണിറ്റി എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ട മെയിൻ തിങ്. നമ്മളൊരു ഷാഡോയിങ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ആ ടീം, ആ പ്രാക്ടീസ് മാനേജർ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ GP പാർട്ട്നേഴ്സ് എങ്ങനെയുണ്ട്. സോ ദാറ്റ് ടു ഗെറ്റ് ടു നോ, ഇഫ് യു ഡു കപ്പിൾ ഓഫ് ഷിഫ്റ്റ്സ് യു വിൽ കം ടു നോ ദാറ്റ്. അതാണ് മെയിൻ തിങ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം, ഈ മെജോറിറ്റി ഓഫ് ദ GP പ്രാക്ടീസ്, നേരത്തെ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് ദ GP എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്, NHS അല്ല. മെജോറിറ്റി ഓഫ് ദം ആർ പ്രൈവറ്റ്. അപ്പം എല്ലാവർക്കും ഒരേപോലെ അജണ്ട ഫോർ ചേഞ്ചിനനുസരിച്ച് പേ കിട്ടണമെന്നില്ല. സോ എവറിബഡി ഈസ് ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മളൊരു ഷാഡോയിങ് ചെയ്യുമ്പോൾ നമ്മൾ അഥവാ ഈ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുക സിക്ക് പേ എങ്ങനെയാണ്, പെൻഷൻ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് എൻ്റെ ശമ്പളത്തിൻ്റെ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് അറിയുന്ന എപ്പോഴും നല്ലതാണ്. സൂപ്പർവിഷൻ ഉണ്ടോ, പിന്നെ കരിയർ പ്രോഗ്രഷൻ എങ്ങനെയാണ്, വാട്ട് ടൈം ഐ വുഡ് ബി വർക്കിംഗ്. അപ്പം ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ ഞാൻ 5 day week ആയിരുന്നു തുടങ്ങിയത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഐ വോണ്ടഡ് ടു നോ മോർ അബൌട്ട് ദ GP പ്രാക്ടീസ്. ബിക്കോസ് നോർത്ത് ഈസ്റ്റിൽ മീൻസ് എനിക്കറിയില്ല വേറെ ആരെങ്കിലും ഡൗൺ ടു GP പ്രാക്ടീസിൽ എത്ര പേരുണ്ട്. ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് എനിബഡി ടു പുട്ട് എ ഷോൾഡർ ഓൺ ആൻഡ് ആസ്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ എനിക്കൊന്നും എൻ്റെ കംഫർട്ടാണ് എൻ്റെ ആ GP പ്രാക്ടീസിൽ മീൻസ് എനിക്കൊന്ന് അറിയണം, കാര്യങ്ങളൊക്കെ എന്നാന്നൊക്കെ അറിയണമെങ്കിൽ your presence is needed there. So I used to work all the 5 days. അങ്ങനെ ഒരു 2 വർഷം ഞാൻ വർക്ക് ചെയ്തു. സോ ഐ ന്യൂ വാട്ട് തിങ്സ് ആർ ഗോയിങ് ഓൺ, ഹൗ തിങ്സ് ആർ. അവിടുന്ന് പിന്നെ ഞാൻ 5 days ഞാൻ 4 days ആക്കി. ദാറ്റ്സ് മൺഡേ ട്യൂസ്ഡേ ഞാൻ വർക്ക് ചെയ്യും, വെനസ്ഡേ ഓഫാണ്, പിന്നെ തേഴ്സ്ഡേ ഫ്രൈഡേ വർക്ക് ചെയ്യും, സാറ്റർഡേ സൺഡേയും ഓഫാണ്. അപ്പോൾ അതാണ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് നീഡ്സ്. ട്രെയിനിങ് ഐ ടെൽ യു വൺ തിങ്, GP പ്രാക്ടീസിൽ നമുക്ക് ഇഷ്ടം പോലെ ട്രെയിനിങ്സ് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കെയറിൽ നമ്മൾ ഓരോരുത്തരുടെ പുറകെ നടക്കുന്നത്, ഞാൻ അതിന് പൊക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ അപ്രൈസലിന് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ ചോദിക്കുമ്പോഴോ അല്ല ഡിഗ്രി ചെയ്യുന്ന, യു ഡിൻ ഹാവ് ദാറ്റ് ഷോൾഡർ സംബഡി ടു ഓക്കെ യു ഗോ ഫോർ ഇറ്റ്, വിൽ ഹെൽപ്പ് യു എന്നുള്ള ആ ഒരു ഇതില്ല. പ്ലസ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഫ് യു ലുക്ക് ഇൻ ടു ഇറ്റ് ദേ വിൽ ഹാപ്പി ടു പേ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട് നമ്മളെ വന്ന് നോക്ക് ഓൺ ചെയ്യണം, വി ആർ ഹാപ്പി ടു ഗിവ് യു ദിസ് ട്രെയിനിങ്, വി ആർ ഹാപ്പി ടു ഗിവ് യു ദിസ് ട്രെയിനിങ് എന്ന് പറയും. അവർ നമുക്ക് ഇൻ ഹൗസ് ട്രെയിനിങ്സ് വരെ നമ്മുടെ GP പ്രാക്ടീസിൽ നമുക്ക് തരും. സോ അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പഞ്ഞവുമില്ലാത്തൊരു സ്ഥലമാണ് GP പ്രാക്ടീസ്. പിന്നെ വേറെ ഓൾ യു ക്യാൻ കരിയർ പ്രോഗ്രസ് ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് നഴ്സായിട്ട് നിൽക്കുവാണെങ്കിൽ യു ക്യാൻ ഡു യുവർ ക്ലിനിക്കൽ സ്കിൽ ആൻഡ് യു ക്യാൻ ബിക്കം എ നഴ്സ് പ്രാക്ടീഷണർ. ഇറ്റ്സ് ഈസി ടു ഡു ദാറ്റ് ഇൻ ദ GP പ്രാക്ടീസ്. ഞാൻ കണ്ടെത്തോളം എനിക്കത് സെക്കൻഡറി കെയറിനേക്കാളും ഇഷ്യൂടെ എളുപ്പമാണ് GP പ്രാക്ടീസിൽ കിട്ടാമെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. കാര്യം കുറേ പേര് എൻ്റെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള ഒത്തിരി പേര് GP പ്രാക്ടീസിലുള്ളവർ ഒത്തിരി പേര് അങ്ങനെ കയറിയത് എളുപ്പമായിട്ട് കയറിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. നമ്മുടെ കരിയർ നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം വിമൻസ് ഹെൽത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ യു കുഡ് ഗോ ഇൻ ഡു യുവർ കോയിലും ഇംപ്ലാന്റ് ഫിറ്റിങ്ങും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ ദർ ഈസ് അഗെയിൻ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ട്, നമുക്ക് അതിനുള്ള ട്രെയിനിങ്ങിനും കാര്യത്തിനും ഒക്കെ നമുക്ക് അവർ ഫണ്ട് ചെയ്ത് തരും. അപ്പം അങ്ങനെയുണ്ട്. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇഫ് യു വോണ്ടഡ് ടു ഡു മൈനർ സർജറീസ്, അപ്പം ടാഗ് റിമൂവൽ, സ്കിൻ ടാഗ് റിമൂവലോ അങ്ങനെയുള്ള മൈനർ സർജറീസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ വി കുഡ് ഗെറ്റ് ഹെൽപ്പ്, വി കുഡ് പ്രോഗ്രസ് ഇൻ ദാറ്റ്. പിന്നെ ജോയിൻറ്റ് ഇഞ്ചെക്ഷൻസ് അതും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദർ ആർ മെനി സ്കോപ്പ് ദർ if you wanted to progress. പിന്നെ മെയിൻ തിങ് നമ്മളിപ്പോൾ എനിക്കൊന്നും അധികം പേര് അതിനെപ്പറ്റി അറിയത്തില്ല. യു കുഡ് ഈവൻ ബിക്കം എ GP പാർട്ട്ണർ in your own surgery, where for example if you like the surgery and if you wanted to become a partner, you could put your name for, because there are only at the moment there are hands on case only 5 or 6 nurse partners ആണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ഹോൾ ഓഫ് UK ൽ. but GP partners ആകാനും പറ്റും. അപ്പം ആ ഒരു സ്കോപ്പും ഉണ്ട്. ദാറ്റ് ഈസ് അനദർ സ്കോപ്പ്. പിന്നെ ഞാൻ ലാസ്റ്റ് ബിറ്റിൽ എനിക്ക് പറയാനുള്ളത്,
what are the interview questions you are going to be asked. Get to know your job description. ആ ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി തറോ ആയിട്ട് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക, what they wanted from us. പിന്നെ second thing is that when they tell you to self-introduce yourself, sell yourself. ആ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽ ചെയ്യുക. അതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. Sell yourself. Why do you, and then the next question most of the people they ask is, why do you want to change from secondary care, or what are your transferable skills? So say that in a bullet point, say, elaborate on what you're going to do. Do a bit of reading on it. For example, if you're a diabetic nurse, diabetic ward-ilairunnu njan cheyidonu. Okay, I know about the complications, but I know how to make, I went and do a diabetic module, did the management of it, so I know how to do a self-management of this patient, what should we more think about, എങ്ങനെയാണ് പേഷ്യൻ്റ് ആ ഡയബറ്റിക് ഇപ്പോൾ റെസ്പിറേറ്ററി ആണ് ആ രീതിയിൽ. അപ്പം അതിനെപ്പറ്റി നമ്മളെപ്പറ്റി അത് പറഞ്ഞ് നമ്മൾ സെല് ചെയ്യുക. അപ്പോൾ അത് കൂടുതൽ നമ്മൾ വായിക്കണം. എന്നിട്ട് കാര്യം സെക്കൻഡറി കെയറിൽ എന്ന് പറയുന്നത് നമ്മൾ കോംപ്ലിക്കേഷൻസ് നമ്മൾ കൂടുതൽ നോക്കാറുള്ളൂ. ഹെൽത്ത് പ്രൊമോഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറവാണ്, അൺലെസ് വി വർക്കിംഗ് ആസ് എ സ്പെഷ്യലിസ്റ്റ് നഴ്സസോ ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം അത് നോക്കുക. പിന്നെ രണ്ടാമത് 10-point പ്ലാൻ, ആ ഒരു GPയുടെ 10-point പ്ലാൻ, ജി പി നഴ്സസിന് 10-point പ്ലാനിനെ പറ്റി ഒന്ന് ഇത് ചെയ്യുക. പിന്നെ കോഫ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോഫിനെ പറ്റി, കോഫ് എന്ന് പറഞ്ഞാൽ QOF ആണ്, ക്വാളിറ്റി ഔട്ട്കംസ് ഫ്രെയിംവർക്ക്. Pin your strength and your weakness. When you always say your weakness, say it that way where you can improve it also. So that also to be told. Say it as a, like for example, this was my weakness and this is what I did. എന്നുള്ള ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടാ ഇത് ചെയ്യണം. I think everybody would know that. പിന്നെ ഇപ്പം ഈ കോവിഡ് സിറ്റുവേഷനിൽ കുറേ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ പേഷ്യൻസും നമുക്ക് GP പ്രാക്ടീസിൽ വരുമായിരുന്നു, എല്ലാവരെയും നമ്മൾ കാണുമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു. Majority of them either the telephone consultation, so know more about remote consultations, their advantages and disadvantages. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കും ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിനൊക്കെ. അപ്പോൾ റിമോട്ട് കൺസൾട്ടേഷൻ ഈസ് വൺ ഓഫ് ദ തിങ്. പിന്നെ എൻഡ് ഓഫ് ലൈഫ് കെയറിനെ പറ്റി കൂടുതൽ അറിയുക, എന്താണ് പുതിയ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുക. പിന്നെ പോളിഫാർമസിയും പിന്നെ പ്രിസ്ക്രൈബിങ്ങിനെ പറ്റിയും, ഇപ്പം ഇഫ് യു ആർ എ പ്രിസ്ക്രൈബർ അതിനെപ്പറ്റിയും കൂടുതലൊന്നും അറിയുന്നത് നല്ലതായിരിക്കും. പിന്നെ ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ആൻഡ് പ്രഷർ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു GP പ്രാക്ടീസിൽ കാര്യം GPs ഉണ്ടെന്ന് പറഞ്ഞാലും ഈ GPs ആണെങ്കിലും എവറി 10 minutes ആണ്, ഐദർ ടെലിഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആണെങ്കിലും എവറി 10 minutes ആണ് നമുക്ക് പേഷ്യൻസിനെ കാണുന്നത്. സോ മെജോറിറ്റി ഓഫ് ദ ടൈം, അൺലെസ് you have some there is a need for you to go and ask them, a majority of the time നമ്മൾ തന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത്. And then you have a supervisor, so that one-to-one supervisor at the end of the section I always have a 20 minutes with my supervisor. So ആ 20 minutes അന്നത്തെ ദിവസത്തെ പേഷ്യൻസിനെ എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ട പേഷ്യൻസിനെ ഞാൻ പോയി ഡിസ്കസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് if I have done the right thing or not. Unless it is a child, എനിക്ക് ചൈൽഡിൻ്റെ, ഞാൻ പറഞ്ഞില്ല ഞാനൊരു പീഡിയാട്രിക് ട്രെയിൻ അല്ലാത്തതുകൊണ്ട് if I have to see the patient, if there is no other way that I have to see the patient, then I get the GP also to come into my room to examine the patient. പിന്നെ from the professional point of view, this is most of the question എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്. Professional point of view, where do you see in next 5 years? That's another one. So that's all I have to tell you about the ഇതിനെ പറ്റി. പിന്നെ what was my secret in my success? എനിക്കൊന്ന് ഇൻഡിവിജ്വലുള്ളവർ ഇതിനകത്ത് ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അറിയാം. I was never a bright student, നോർമൽ സാധാ സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഇവിടെ വന്നു ഞാൻ എല്ലാവരോടും മുമ്പേ പറഞ്ഞ പോലെ I didn't know a channel where to go in. അപ്പം അതൊരു ഇതാണ്. അപ്പം ഇപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി നമുക്ക് ആ ഒരു ഇത് യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾക്ക് ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ വന്നു, നമുക്കിപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സിന് ഇൻ്റർവ്യൂ വന്നു, ജസ്റ്റ് പുട്ട് എ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെ ഒരു മെസ്സേജ് അതിനകത്ത് ഇടുക. അപ്പം യു വിൽ ഹാവ് പീപ്പിൾ ഇൻ ദിസ് ഗ്രൂപ്പ് ഹു ഹാസ് ഗോട്ട് മോർ എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് ആൻഡ് ദേ വുഡ് കോൺടാക്ട് യു.
The second thing is that have a clear vision, which I would say that, നമുക്ക് എന്നതാ ചെയ്യേണ്ടത്. കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അതാണ് മെയിൻ തിങ്. നമ്മുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് വന്നിട്ട് ഫൈൻഡ് ഔട്ട് വാട്ട്സ് യുവർ ക്ലിയർ വിഷ്, വാട്ട് യു വോണ്ട് ടു ബി ഇൻ ദ നെക്സ്റ്റ് 5 years. അത് വരിക. സെക്കൻഡ് തിങ്, മേക്ക് യുവർ സെൽഫ് ടു ബി നോൺ ടു അതേഴ്സ്. അത് ഞാനൊരു കാര്യം ചെയ്യുമായിരുന്നു. കാര്യം ഈവൻ വെൻ ഐ വാസ് ഇൻ ദ സെക്കൻഡറി കെയർ ഐ ഷുഡ് ഡു ഓൾ ഡയബറ്റിക് ലീഡ് ആകാമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ലീഡ് ആകാമെന്ന് ചോദിക്കും. അങ്ങനെ ഉണ്ടല്ലോ പല കാര്യങ്ങൾ, ഹാൻഡ് വാഷിങ്ങിൻ്റെ ഓഡിറ്റ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പം യു പുട്ട് യു ഹാൻഡ്സ് ഇൻ ആൻഡ് സേ ദാറ്റ് യെസ് ഐ വുഡ് ലൈക്ക് ടു ഡു. കാര്യം എന്താണെന്ന്, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് പറയും ഹാവ് യു ഡൺ എൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം യെസ് ഐ ഹാവ് ഡൺ എൻ ഓഡിറ്റ്, ദിസ് വാസ് ദ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ നമ്മുടെ കയ്യിൽ കിട്ടും. വേറെസ് നമ്മളൊരു കാര്യം ചെയ്യും, ഫോർ എക്സാമ്പിൾ നിസ്സാരം IAU എൻ്റെ അഡ്മിഷൻ യൂണിറ്റിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രാക്ടീസ് നഴ്സ് മോഡ്യൂൾ ഡിഗ്രിക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഹാൻഡ് ഓവറിനെ പറ്റി ഇത് ചെയ്തു. കാര്യം ഹാൻഡ് ഓവർ ചെയ്യുന്ന സാധാരണ രീതിയിൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാൻഡ് ഓവർ നമ്മൾ വന്നു ഒരാൾക്ക് ഹാൻഡ് ഓവർ കൊടുക്കും, ദർ വാസ് നോ റൈറ്റിംഗ് ഇൻ, യു റൈറ്റ് വാട്ട് ദേ സേ, അപ്പം മൊത്തം എഴുതത്തില്ല, സോ യു മിസ് ഔട്ട് സം തിങ്സ്. അപ്പം അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിലെ ടൈപ്പിംഗ് കാര്യങ്ങളും ഒക്കെ IAU കൊണ്ടുവന്നത്. അങ്ങനെ ആയപ്പോൾ തന്നെ അഥവാ നമ്മൾ മൊത്തം എഴുതിയില്ലെങ്കിൽ you would had people coming in and go back and looking into what else you have missed on. അപ്പം അത് അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോട്ടീസബിൾ ആവും, ആൾക്കാർ നോട്ടീസബിൾ ചെയ്യും, അതുപോലെ നമുക്കത് പറയാൻ പറ്റും. അപ്പം ആ സ്മോളർ തിങ്സ് ആണ് നമുക്ക് ചെയ്താൽ നമുക്കത് തീർച്ചയായിട്ടും നമുക്കും ഒരു തോന്നലുണ്ട്, ഓ ഐ ഹാവ് ഡൺ സംതിങ് എന്ന്. പിന്നെ the same because I have done that ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഓഡിറ്റ് ചെയ്തു. അതേപോലെ തന്നെ GP സർജറിയിൽ ഞങ്ങൾ വന്നു. GP സർജറിയിൽ വന്നപ്പം GP സർജറിയിൽ ഡിജിറ്റൽ ലീഡായിരുന്നു ഞങ്ങളുടെ സർജറിയിൽ. സോ ഹൗ ക്യാൻ യു ഡിജിറ്റലൈസ് എന്നായിരുന്നു. ഇത് കോവിഡ് വരുന്നതിന് മുമ്പേ ആയിരുന്നു കേട്ടോ. സോ ദെൻ ഞങ്ങൾ അന്നപ്പോൾ ഈ കൺസൾട്ടും കാര്യങ്ങളും, സോ യു നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ GP പ്രാക്ടീസിലുള്ള GPs ഒക്കെ എന്ന് പറയുന്നത് ഒത്തിരി വർഷങ്ങളായിട്ട് ഈ പഴയ രീതിയിൽ നിന്ന് പേഷ്യൻസിനെ ഫേസ് ടു ഫേസ് കണ്ടുള്ള പഴയ രീതിയിലാണ്. സോ ദേ വർ നോട്ട് റിലക്റ്റൻറ്റ് ടു, മോസ്റ്റ് ഓഫ് ദം വർ റിലക്റ്റൻറ്റ് ടു യൂസ് ദി ഡിജിറ്റൽ സൈഡ് നോക്കാൻ വേണ്ടി പ്രയാസമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, മീൻസ് വി സെഡ് ലൈക്ക് ഹൗ ഈ കൺസൾട്ട് ക്യാൻ ഹെൽപ്പ്, ബിക്കോസ് ഈ കൺസൾട്ടിൽ ടൈപ്പ് ചെയ്ത് വിടുമ്പം ഈ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇറ്റ് ഈസ് സോ ഹെൽപ്ഫുൾ. അപ്പം പിന്നെ അല്ലെങ്കിൽ വീഡിയോ കൺസൾട്ടേഷൻ ഇറ്റ്സ് സോ ഹെൽപ്ഫുൾ ബിക്കോസ് വെർ എവർ യു ആർ യു കുഡ് സ്പീക്ക് ടു യുവർ GP. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ദെൻ ഫ്രം ദെയർ എൻ്റെ GPയിൽ ഞാനത് ഇനിഷ്യേറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ സക്സസ്. അതിൽ കൂടുതൽ സക്സസ് എന്നാ കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഓഡിറ്റ് ചെയ്തപ്പം ഞങ്ങളുടെ സ്മിയർ അപ്ടേക്ക് വാസ് ഓൺലി 70%. 72% ഉള്ളായിരുന്നു സ്മിയർ അപ്ടേക്ക്. സോ വി ലുക്ക്ഡ് ഇൻ ടു വാട്ട് വാസ് എ റീസൺ ഫോർ സച്ച് എ ലോ സ്മിയർ അപ്ഡേറ്റ്. അങ്ങനെ ആ സ്മിയർ അപ്ഡേറ്റ് ലോ എന്ന് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എന്നെ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ NHS ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യം സ്മിയറിന് വേണ്ടി ഒരു ലെറ്റർ വിടും. ആ ലെറ്റർ വിട്ട് കഴിഞ്ഞ് സെക്കൻഡ് ലെറ്ററും വിടും. അത് കഴിയുമ്പോഴാണ് GP പ്രാക്ടീസിനെ ഇൻഫോം ചെയ്യും, സി ദിസ് പേഴ്സൺ സ്മിയർ ഈസ് ഓവർ ഡ്യൂ. അപ്പം നമ്മൾ എന്നെ ചെയ്യും, ഒരു ഡിഫറെൻറ്റ് പിങ്ക് കളറിൽ വേറെ അടുത്ത മൂന്നാമത്തെ ഒരു ലെറ്റർ വിടും. അപ്പം ആ ലെറ്ററും പോയിട്ട് പേഷ്യൻറ്റ് കോണ്ടാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു ഓഡിറ്റ് ചെയ്ത് ഈ വരാത്ത പേഷ്യൻസിനെ നമ്മൾ ഫോൺ വിളിച്ചപ്പോഴാണ് ഈ പറയുന്നത്, ഈ യങ്സ്റ്റേഴ്സ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് പറയുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ് അവർ ലെറ്റർ കിട്ടുന്നുണ്ട്, ബട്ട് ആരും അത് പൊട്ടിച്ച് വായിക്കുന്നില്ല, ബിക്കോസ് ദേ ജസ്റ്റ് ത്രോ ഇറ്റ് ഇൻ ദ ബിൻ. അപ്പം മനസ്സിലായി ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ടു ഡു. അപ്പം നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ സ്മിയർ ഓവർ ഡ്യൂ ആണ്. ആൻഡ് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ സ്മിയർ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കി. മൈസെൽഫിൽ ഞാൻ തന്നെ ഇത് ചെയ്ത് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി. ദി ഇമ്പോർട്ടൻസ് ഓഫ് smear, what are we doing it, why are we doing it, what is the results എന്നൊക്കെ വെച്ചൊരു ചെറിയൊരു 20 മിനിറ്റ്സിൻ്റെ വീഡിയോ. ആ വീഡിയോ എടുത്തിട്ട് ആ ലിങ്ക് ഞാൻ അപ്പം ലിങ്ക് ഞാൻ ആ ടെക്സ്റ്റ് മെസ്സേജിൽ ഞാൻ ഈ പേഷ്യൻസിനെല്ലാം വിട്ടു.
അപ്പം ആ ഒരു 3 months കഴിഞ്ഞപ്പം ഞങ്ങൾ ഓഡിറ്റ് ചെയ്തപ്പം ഞങ്ങളുടെ സ്മിയർ അപ്ടേക്ക് ഫ്രം 70% ഇറ്റ് വെൻറ്റ് അപ് ടു 97%. അപ്പം അത്രയൊരു ഡിഫറൻസ് ഞങ്ങൾക്ക് ഒരു ചെറിയ കാര്യം ചെയ്തപ്പം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. സോ അതൊരു വലിയ ഇതായിരുന്നു. കാര്യം അത് ഞങ്ങളുടെ സർജറിയിൽ മാത്രം ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളത് എൻ്റെ ആ ഒരു വീഡിയോ അടുത്ത സർജറിയിൽ കൊടുത്തു. അവരും അതേപോലെ ചെയ്തു. അവിടെയും സക്സസ് ആയി. അത് കഴിഞ്ഞപ്പോൾ അത് CCG മൊത്തം ഞങ്ങൾ അത് ചെയ്തു. സോ ദാറ്റ്സ് ഹൗ വി മെയ്ഡ് എ ചേഞ്ച് ഇൻ ദ ഹോൾ ഓഫ് ദ CCG. അതിന് ദൈവകൃപയാൽ I got the Angel of North അവാർഡിന് ഹോൾ ഓഫ് നോർത്ത് ഈസ്റ്റിൽ വെച്ച് ഏഞ്ചൽ ഓഫ് നോർത്ത് അവാർഡ് എനിക്ക് കിട്ടി. റൂത്ത് മേയുടെ കയ്യിൽ നിന്ന് ഏഞ്ചൽ ഓഫ് നോർത്ത് അവാർഡ് കിട്ടി. അപ്പം അതേ പറഞ്ഞ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, ബട്ട് അത് എത്രമാത്രം. അപ്പം അങ്ങനെ ആ ഒരു സക്സസ് വന്നപ്പം ഞാൻ എൻ്റെ ക്രോണിക് ഡിസീസസിനും ഇതേപോലെ തന്നെ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം വീഡിയോസ് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ഓർത്ത് എന്തുകൊണ്ടും നമുക്ക് മറ്റുള്ളവർക്ക് കൂടെ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഷീനാസ് ഗൈഡ് എന്നും പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഷീനാസ് ഗൈഡ് എന്നും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിലാണ് ഇത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ രണ്ടാമത്തത് ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിക്കോസ് ഞാൻ എപ്പോഴും എൻ്റെ കാര്യം ഞങ്ങൾ 2004 വന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന ഒത്തിരി പേരും ദേ വർ ഓൾ സീനിയർ മാനേജേഴ്സ്, സീനിയർ ലെവൽ നഴ്സസ്, അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് നേഴ്സോ അല്ലെങ്കിൽ സീനിയർ നേഴ്സസോ ആയിട്ട് മസ്കറ്റ്, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്ത ആൾക്കാരാണ്. ബട്ട് അന്ന് അവരെ ഒന്നും ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് സ്റ്റിൽ ദി ആർ ഇൻ ബാൻഡ് 5. ഐ എം നോട്ട് സേയിങ് ദാറ്റ് എവറിബഡി ഹാസ് ടു കം ഡൗൺ. ചില ആൾക്കാർക്ക് ബാൻഡ് 5 തന്നെ നിൽക്കുന്നതായിരിക്കുന്നു. ബട്ട് ദർ ആർ സോ മെനി പീപ്പിൾ ഹു വോണ്ട്സ് ടു ഡു സംതിങ് ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു ഡു. സോ യൂസ് ദിസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാൻ അതാ പറയുന്നുള്ളൂ, യൂസ് ദിസ് പ്ലാറ്റ്ഫോം ഫോർ ദാറ്റ്. Again, I don't have anything else to say. I don't know what else to say. I'll just see any more questions are there. Sunita, what is your next plan? Step to intro. So what is my next plan? എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 3 plans. One is I would like to specialize in women's health, to create more awareness about the women's health, because especially contraception, menopause, അതിനെ ഒത്തിരി മെനപ്പോസൊക്കെ ഒത്തിരി പേര് സഫർ ചെയ്യുന്നുണ്ട്. ബട്ട് അതിനുള്ള ഒത്തിരി മാനേജ്മെൻറ്റ് ഉണ്ടെന്നൊന്നും നമുക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം അത് പിന്നെ I want if God's plan, I would like to become a GP partner. അതാണ് ആഗ്രഹം. If I was asked this question just few years ago, I would have said I would like to become a solicitor, a nurse solicitor. But I don't know where that goes on. പിന്നെ സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ഇപ്പം ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. പലരെയും ഏജൻസിക്കാരും ഗിവൻ റോങ് ഇൻഫർമേഷൻ തന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കുറേ 10-15 ലക്ഷം മുടക്കി അവർ ഇത് ചെയ്യുന്നത്, courses ചെയ്യുന്നത്. So I wanted to create an awareness for different courses, why they, for example, so many people have come here to do MSc nursing, because agency said to them അവർ MSc nursing ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇവിടെ നേഴ്സായിട്ട് ചെയ്യാം, ലെവൽ ബാൻഡ് 6 നേഴ്സായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. So I wanted to create awareness to that so people doesn't fall into that. So anything else? Any more questions? Thank you, Sibi. Thank you very much. Thank you, Bindu. Thank you. താങ്ക് യു സുനിത. സോ അവിടെ എല്ലാവരോടും ഞാൻ പറയും, തീർച്ചയായിട്ടും കാര്യം GP പ്രാക്ടീസിൽ പ്രാക്ടീസ് നഴ്സസ് ആർ മോർ വോണ്ടഡ്. ഒത്തിരി പേരെ ആവശ്യമുണ്ട്.
സോ ലുക്ക് ഇൻ യുവർ ലോക്കൽ കാര്യം ശരിയാണ്. ഇപ്പം ഈ ഒരു കോവിഡ് സമയത്ത് നമുക്കറിയില്ല, കാര്യം നമുക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി അന്വേഷിക്കാൻ പറ്റത്തില്ല. ബട്ട് ഗോ ഇൻ ടു ദ വെബ്സൈറ്റ്, just send an email to the coordinators or tutors or somebody. And നമ്മൾ പല ഡോറിലും നമ്മൾ നോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും നമുക്ക് ആൻസേഴ്സ് കിട്ടും. സോ പ്ലീസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഇഫ് എനി ഹെൽപ്പ്. ആർക്ക് എന്ത് വേണേലും ജസ്റ്റ് സെൻഡ് മീ എ മെസ്സേജ് ടു ദ മെസ്സഞ്ചർ. ഐ എം ഹാപ്പി ടു ഹെൽപ്പ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ കേരള നഴ്സസ് UK ഓൾറെഡി ഞാനൊരു 10-15 പേരോട് ഓൾറെഡി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. So if any help, if I can do from my side, I'm happy to do it. So please send me a message on the messenger. Thank you, Joby. Thank you. I have to say, Joby, hats off to you you have created such a good platform. Thank you very much for giving me this opportunity. Happy to help you at any time. കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നമ്മുടെ കൊളീഗ്സിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹം. കാര്യം ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയേക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഇവിടെ ഞാൻ പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സ്ഥലത്ത് നമ്മളെ എത്തിച്ചത്. അപ്പം മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്പെടുവാണെങ്കിൽ എൻ്റെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ഐ എം ഹാപ്പി ടു ഹെൽപ്പ് യു ഓൾ. Thank you very much.